ചരിത്രത്തിലെ വേറിട്ട മുഖം വീരപ്പൻ. ഒരു കാലത്ത് വനം കൊള്ള എന്നതിന്റെ പ്രതീകമായിരുന്നു വീരപ്പൻ. സത്യമംഗലം വനങ്ങളിൽ 30 വർഷത്തോളം അനധികൃതമായി വിഹരിച്ച ഈ കൊള്ളക്കാരൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണിയേറിയ പ്രതികളിലൊരാളാണ്. 1952 കർണാടകയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിലാണ് മുനിസ്വാമി വീരപ്പന്റെ ജനനം. തമിഴ് ജനവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു വീരപ്പന്റെ കുടുംബം. വംശപരമ്പരാഗതമായി കാടുകളുമായി ചേർന്ന് ജീവിച്ചിരുന്ന ഒരു സമൂഹം. അമ്മാവനായ സാൽവേ ഗൗണ്ടർ തന്നെയാണ് വീരപ്പന് ചന്ദനക്കടത്തിലും വനവേട്ടയിലും പ്രവേശനം നൽകിയതും പരിശീലനം നൽകിയതും. 10ാം വയസ്സിൽ തന്നെ വീരപ്പൻ ആദ്യമായി ഒരു കൊമ്പനാനയെ വെടിവെച്ചു കൊന്നു. ആദ്യം അമ്മാവന്റെ സംഘത്തിലായിരുന്നു. പിന്നീട് സ്വന്തം സംഘം രൂപീകരിച്ചു കാടിന്റെ അധിപതിയായി തീർന്നു. വീരപ്പൻ കൊല ചെയ്ത ആനകളുടെ എണ്ണം 2000 മുതൽ 3000 വരെയാണെന്ന് സർക്കാർ കണക്കുകൾ. ഏകദേശം 65,000 കിലോഗ്രാം ചന്ദനക്കടത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കാലയളവിലെ മൂല്യം 150 കോടിയോളം വരും. 1987 സത്യമംഗലം വനത്തിലെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ചിദംബരത്തെ വെടിവെച്ചു കൊന്നത് വലിയ പ്രഭാവം സൃഷ്ടിച്ച വാർത്തയായിരുന്നു. പിന്നീട് 1991 IFS ഉദ്യോഗസ്ഥനായ പാണ്ഡ്യപ്പള്ളി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് വലിയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വീരപ്പൻ വ്യത്യസ്തനായിരുന്നു. കാടിന്റെ ഓരോ ഘടകവും അയാൾക്ക് അറിയാമായിരുന്നു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം അനുകരിക്കാൻ കഴിവുള്ളതും കാടിനകത്ത് ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ ഒരു അപൂർവ പ്രതിഭ. മുന്നിൽ വന്നുപെടുന്ന ഏതൊരു കാട്ടാനയും വീരപ്പൻ കാലപുരിക്ക് അയച്ചു. കൊമ്പുകൾ വെട്ടിയെടുത്ത് ലക്ഷങ്ങൾ വിലപേശി കടൽ കടത്തി. ആദ്യകാലത്തൊക്കെ കൃത്യത്തിനു ശേഷം ആനക്കൊമ്പ് വറുത്ത് ചാക്കിൽ കെട്ടി തോളിലേറ്റി കാട്ടിലൂടെ ഒരു കൂസലുമില്ലാതെ നടന്നു വന്ന് ബസ്സിലായിരുന്നു കടത്തിയിരുന്നത്. തുടർന്ന് ഗോപിനാഥം മുതൽ നിലമ്പൂർ വരെയും വീരപ്പൻ യഥേഷ്ടം കൊമ്പുകൾ കടത്തി. 2000 കന്നഡ സിനിമാ താരമായ രാജ്കുമാറിനെ ഗജനൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. കർണാടകത്തിൽ വ്യാപക കലാപങ്ങൾ ഉണ്ടായി. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ കനത്ത സമ്മർദ്ദം രൂപപ്പെട്ടു. നാളുകൾക്ക് ശേഷം വലിയ സംവാദങ്ങൾക്ക് ശേഷമാണ് രാജ്കുമാർ വിടുവിക്കപ്പെട്ടത്. 2002 കർണാടകയിലെ മുൻ മന്ത്രി എച്ച് നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. വീരപ്പനെ പിടികൂടാൻ നിരവധി തവണ പ്രത്യേക ഫോഴ്സ് ദൗത്യങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ വീരപ്പൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അവസാനം 2004 ഓപ്പറേഷൻ കൊങ്കൂൺ എന്ന രഹസ്യ ദൗത്യമാണ് ഈ കാട്ടുകള്ളന്റെ കഥയ്ക്ക് വിരാമം കുറിച്ചത്. മലയാളിയായ IPS ഓഫീസറായ K വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ. ദൗത്യ സംഘത്തിലെ ചിലർ വീരപ്പന്റെ സംഘത്തിൽ ചേർന്നു. വീരപ്പൻ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസിൽ കയറിയതോടെ വീരപ്പനെ കൈയോടെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ വീരപ്പൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ഏറ്റുമുട്ടലിനൊടുവിൽ വെടിയേറ്റ വീരപ്പൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വീരപ്പന്റെ ജീവിതത്തിലെ വേറിട്ട മുഖമാണ് ഭാര്യ മുത്തുലക്ഷ്മി. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ നെരിപ്പൂർ ഗ്രാമത്തിൽ ജനിച്ച മുത്തുലക്ഷ്മി 1990 വീരപ്പനെ വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ച് തമിഴ്നാട്, കർണാടക, കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ വനങ്ങളിൽ താമസിച്ചു. ഭർത്താവ് വീരപ്പന്റെ സംഘം നടത്തിയ വിവിധ കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്കും സഹായം ചെയ്തു എന്ന കുറ്റത്തിന് പോലീസ് പലതവണ അറസ്റ്റ് ചെയ്തതോടെ മുത്തുലക്ഷ്മിയുടെ ജീവിതം വഴിത്തിരിവായി. കന്നഡ നടൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വീരപ്പനൊപ്പം മുത്തുലക്ഷ്മിയുടെയും പങ്ക് പ്രസിദ്ധമാണ്. 108 ദിവസത്തേക്ക് അവർ നടനെ തടവിൽ പാർപ്പിച്ചു. നടനെ മോചിപ്പിക്കാൻ വലിയൊരു തുക മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. കേസിൽ അകപ്പെട്ടപ്പോൾ നിരവധി നിയമ പോരാട്ടങ്ങൾ മുത്തുലക്ഷ്മി നടത്തി. പക്ഷേ അവയിൽ മിക്കതിൽ നിന്നും അവർ കുറ്റവിമുക്തയാക്കപ്പെട്ടു. വീരപ്പനെ കുറിച്ച് പറയുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് നക്കീരൻ ഗോപാലന്റെ പേരാണ്. വീരപ്പന്റെ കഥകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രശസ്ത പത്രപ്രവർത്തകനായ നക്കീരൻ ഗോപാലനായിരുന്നു. കന്നഡ സൂപ്പർ താരം രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇടനിലക്കാരനായി നിന്നതും നക്കീരൻ ഗോപാലനാണ്. രാജ്കുമാറുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഗോപാലിന്റെ പങ്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു. വീരപ്പന്റെ കഥ ഒരു കുറ്റവാളിയുടെ മാത്രം കഥയല്ല, ഭരണകൂടത്തിനും സമൂഹത്തിനും ഭീഷണി നേരിട്ട ചരിത്ര സംഭവം കൂടിയാണ്.